കേരളത്തിലെ പ്രമുഖ വെളുത്തുള്ളി ഉത്പാദന കേന്ദ്രമായ ഇടുക്കി കാന്തല്ലൂരിലെ വെളുത്തുള്ളി കർഷകർ കടുത്ത പ്രതിസന്ധിയിൽ. നാണ്യവിള ഇനത്തിൽപ്പെടുത്തി ഉയർന്ന നികുതി ചുമത്തുന്നതും വെളുത്തുള്ളി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകാത്തതുമാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. നഷ്ടം സഹിച്ച് വിൽക്കാനാകാതെ നൂറുകണക്കിന് ഏക്കർ പ്രദേശത്തെ വെളുത്തുള്ളി വീടുകളിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് കർഷകർ. വിളവെടുത്ത വെളുത്തുള്ളികൾ വിൽപ്പനയ്ക്ക് വെക്കാതെ വീടിന്റെ അകത്തളങ്ങളിൽ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതിന് കാന്തല്ലൂരിലെ ഓരോ വെളുത്തുള്ളി കർഷകനും ഒരു കാരണമുണ്ട്. കർഷകന് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഏക്കറുള്ള 55,000 ചിലവ് വരുന്ന സ്ഥലത്ത് ഇപ്പോൾ കിട്ടുന്ന ഏതാണ്ട് ഒരു 35,000 രൂപ, കഷ്ടിച്ച് 40,000 രൂപ കിട്ടുന്നത്. ഒരു ഏക്കറോളം 15,000, ഒരു 20,000 അടുത്തുള്ള നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണക്കി വിറ്റാൽ നഷ്ടത്തിന്റെ തോതിൽ നേരിയ കുറവുണ്ടായേക്കുമെന്നാണ് ഇവരുടെ അവസാന പ്രതീക്ഷ. സംസ്ഥാനത്ത് വെളുത്തുള്ളിയെ കാർഷിക വിളയ്ക്ക് പകരം സുഗന്ധവ്യഞ്ജന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തമിഴ്നാട്ടിലെ വിൽപ്പന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ 14% നികുതി നൽകണം. ഇതാണ് നഷ്ടത്തിന് പ്രധാന കാരണം. പക്ഷേ സ്പൈസസ് ബോർഡ് ഇതുവരെയും കർഷകരെ സഹായിക്കാൻ രംഗത്തെത്തിയിട്ടില്ല. ഹോർട്ടികോർപ്പ് ഉൾപ്പെടെയുള്ള ഏജൻസികളും വെളുത്തുള്ളി ഏറ്റെടുക്കാൻ മടിക്കുകയാണ്. പച്ചക്കറി സംഭരിക്കുന്ന പോലെ കേരളത്തിലെ വിവിധ ജില്ലകളിലും വിവിധ സ്ഥാപനങ്ങൾ വഴിയും ഈ വെളുത്തുള്ളി വിറ്റഴിക്കാനുള്ള ഒരു മാർഗം സർക്കാരും ഭാഗത്തും ഉണ്ടാവണം. കാന്തല്ലൂരിലും വട്ടവടയിലും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയേറിയ നാടൻ വെളുത്തുള്ളി നിലവിൽ സംസ്ഥാനത്തെ വിപണികളിൽ ലഭിക്കുന്ന വെളുത്തുള്ളിയുടെ 4 ഇരട്ടിയിലേറെ ഗുണമേന്മയുള്ളതാണ്. എന്നാൽ അമിതലാഭം പ്രതീക്ഷിച്ച് വിൽപ്പനക്കാർ ആസാം പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വെളുത്തുള്ളിയെ പ്രോത്സാഹിപ്പിക്കുന്നതും കാന്തല്ലൂരിലെ കർഷകർക്ക് തിരിച്ചടിയാകുന്നു. നികുതി ഒഴിവാക്കുകയോ സർക്കാർ വെളുത്തുള്ളി നേരിട്ട് സംഭരിക്കുകയോ ചെയ്താൽ കാന്തല്ലൂരിലെ കർഷകർക്ക് അത് ഏറെ സഹായകരമാകും. അല്ലെങ്കിൽ കടക്കണിയും തീരാ ദുരിതങ്ങളുമായിരിക്കും കൃഷിയെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഈ കർഷകർക്ക് ബാക്കിയാവുക. കാന്തല്ലൂരിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.